ഈശോമിശിഹായിലെ സ്നേഹിക്കപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 22, 14 മുതലുള്ള വാക്യങ്ങൾ. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനിയും ഇത് ഭക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുൾ ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഈശോമിശിഹായിലെ സ്നേഹിക്കപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ തൻ്റെ ഒടുവിലത്തെ അത്താഴത്തിൻ്റെ സമയത്ത് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് മത്തായി, മർക്കോസ്, ലൂക്കാ സുവിശേഷത്തിലും വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിലും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഈ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നടക്കുന്നത് ഒടുവിലത്തെ അത്താഴത്തിൻ്റെ സമയത്താണ്. ലൂക്കായുടെ സുവിശേഷം നമ്മൾ കാണുന്നു, സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരോടുകൂടെ ഈശോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണത്തിൻ്റെ സമയത്ത് അവൻ പ്രത്യേകമായിട്ട് ഒരപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്. അവൻ കൊടുക്കുന്നത് അപ്പം, പക്ഷെ പറയുന്നത് എൻ്റെ ശരീരം ആണ് എന്നാണ്. അതുപോലെ തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തിട്ട് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ്. നൽകുന്നത് വീഞ്ഞാണ്, പക്ഷെ ഈശോ പറയുന്നത് എൻ്റെ രക്തം എന്നാണ്. അപ്പത്തിൻ്റെ രൂപത്തിലേക്ക് ഈശോ തൻ്റെ ശരീരവും മാറ്റുകയാണ്. വീഞ്ഞിൻ്റെ രൂപത്തിലേക്ക്, ആ സാദൃശ്യത്തിലേക്ക് ഈശോ തൻ്റെ രക്തം മാറ്റുകയാണ്. അതുകൊണ്ട് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ, അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ഈശോ തൻ്റെ ശരീരവും രക്തവും വിഭജിച്ചു കൊടുത്തുകൊണ്ട് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ് തൻ്റെ ഒടുവിലത്തെ അത്താഴത്തിൻ്റെ സമയത്ത്. എന്നാൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് സംസാരിക്കുന്നത്. അവിടെ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്, ഈശോയെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോഴിവിടെ എത്തി? ഈശോ ജനത്തോട് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. ഇവിടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പറയുകയാണ്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, തൻ്റെ ശരീരമാകുന്ന അപ്പത്തെക്കുറിച്ച് ഈശോ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധാപൂർവം നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേർക്ക് കൊടുക്കുകയാണ്. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് തൻ്റെ ഒടുവിലത്തെ അത്താഴത്തിൻ്റെ സമയത്താണ്. ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, തൻ്റെ ശരീരമാകുന്ന അപ്പത്തെക്കുറിച്ച് ഈശോ പറയുന്നതിന് തൊട്ട് മുമ്പ് 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേർക്ക് കൊടുക്കുകയാണ്. ഈ 2 ഭാഗങ്ങളും ഒരു ഭക്ഷണത്തിൻ്റെ സമയത്താണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോഴും വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതും ഒരു ഭക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ സമയത്താണ്. ഈ ഭക്ഷണത്തിൻ്റെ സമയത്ത് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അവിടെ കൂടിയിരുന്ന ഒരു ജനപദങ്ങൾക്ക് മുഴുവനും ഈശോ അവരുടെ വിശപ്പടക്കുന്നു. അവരുടെ ശരീരത്തിൻ്റെ വിശപ്പടക്കി അതിനുശേഷം ജനങ്ങൾ അവനെ തേടി വരികയാണ്. അവൻ അതിനുശേഷം കടലിൻ്റെ മറുകരയിലേക്ക് പോയി. എന്നാൽ ജനക്കൂട്ടങ്ങൾ കടലിൻ്റെ 2 സൈഡിലൂടെയും ഓടി അവൻ കരക്കിറങ്ങിയപ്പോൾ അവനെ തേടിയെത്തി. അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ല, മറിച്ച്
അപ്പം ഭക്ഷിച്ച് തൃപ്തനായതുകൊണ്ടാണ്. അപ്പോഴാണ് ഈശോ പറയുന്നത്, നശ്വരമായ അപ്പത്തിന് വേണ്ടിയല്ലാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ നിന്നെ കണ്ട് വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ഞങ്ങൾക്ക് നൽകുന്നത്? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. ഈശോ അവരോട് മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതേ. അപ്പോൾ അവർ ചോദിച്ചു, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന്. ഈശോ പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഞാനാകുന്നു ജീവന്റെ അപ്പം എന്ന് പറഞ്ഞ് ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അവരോട് പറയുകയാണ്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണെന്ന് ഈശോ പറഞ്ഞത് കൊണ്ട് അവർക്ക് അവനെക്കുറിച്ച് പിറുപിറുത്തു. അത് ഗ്രഹിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അപ്പോൾ ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചുവെങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. വീണ്ടും സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയിർപ്പിക്കും. എന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും ജീവിക്കും. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചുവെങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. ഇങ്ങനെയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പത്തെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പറയുന്നത്. ഈശോ ആദ്യം അവരോട് വിശദീകരിച്ചു കൊടുക്കുകയാണ് എന്താണ് ജീവന്റെ അപ്പം, എന്തിനാണ് ജീവന്റെ അപ്പം എന്ന് ഈശോ വിശദീകരിച്ചു കൊടുക്കുന്നു. അതിനുശേഷം തൻ്റെ ജീവിതം, ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് ഈശോ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുവാൻ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. ആ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ തൻ്റെ ശരീരവും രക്തവുമാണ് ഈശോ അവർക്ക് നൽകുന്നത്. ഈ രണ്ട് ഭാഗങ്ങളുമായി നോക്കുമ്പോൾ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഈശോ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ സമയത്ത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ സംസാരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതാണ്. നമ്മൾ 3 നേരം 4 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ചിലരൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കാനായിട്ടാണ്. എന്നാൽ 2ഉം 3ഉം നേരമൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. നാളെ നമുക്ക് ജീവൻ ഉണ്ടാകുമോ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇന്ന് 3 നേരം മൃഷ്ടാന ഭോജനം നടത്തി, പക്ഷേ നാളെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയല്ല. ഭക്ഷണം എന്നത് നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന്, ശരീരം നിലനിൽക്കാൻ, ശരീരത്തിന് പ്രവർത്തിക്കാനായിട്ട്, ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്, അതിനുവേണ്ടി മാത്രമാണ്, അതിനുള്ള ഇന്ധനമായിട്ടാണ് ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്. നമ്മളിവിടെ ഒരു ഫാൻ കറങ്ങുന്നത് കാണുന്നുണ്ട്. ആ ഫാന് കറങ്ങുന്നത് അതിന് ജീവൻ ഉണ്ടായിട്ടല്ല, അത് ചലിക്കുന്നത് ജീവൻ ഉണ്ടായിട്ടല്ല, മറിച്ച് അത് കറങ്ങുവാനായിട്ടുള്ള ഇന്ധനം, അതൊരു ശക്തി അതിന് കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കും പ്രവർത്തിക്കാനുള്ള ഇന്ധനം മാത്രമാണ് നമ്മളുടെ ഭക്ഷണം. എന്നാൽ ഈശോ പറയുന്നു, യഥാർത്ഥ ജീവൻ നമുക്ക് വേണമെങ്കിൽ, നമുക്ക് ജീവൻ നിലനിൽക്കാൻ, ഈ ലോകത്തിലെ നമ്മുടെ ഈ ജീവിതം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം, അതെന്നും നിലനിൽക്കുവാനായിട്ട് ഞാൻ നൽകുന്ന ഭക്ഷണം എൻ്റെ ശരീരമാണ്. നമുക്ക് നിത്യം നിലനിൽക്കാനായിട്ട് ഈശോ നൽകുന്നത് അവിടുത്തെ ശരീരമാണ്. ആ ശരീരം നമ്മൾ ഭക്ഷിക്കണം. അത് ഭക്ഷിക്കാനായിട്ടാണ് അവന് അപ്പത്തിൻ്റെ രൂപത്തിലേക്ക് തൻ്റെ ശരീരം മാറ്റുന്നത്. അപ്പത്തിൻ്റെ രൂപത്തിലേക്ക് ഈശോയുടെ ശരീരം ഈശോ മാറ്റിക്കൊണ്ട് നമ്മൾ വാങ്ങി ഭക്ഷിക്കുവാൻ അവൻ നമ്മുടെ ഭക്ഷണമായി തീരുകയാണ്. അതാണ് വിശുദ്ധ കുർബാന. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മളാരും നശിച്ചു പോകാതിരിക്കുവാൻ,
നമുക്ക് എന്നും നിലനിൽക്കുവാനായിട്ട്, ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് നമ്മൾ അവസാനിക്കാതിരിക്കാൻ, എന്നും നിലനിൽക്കുവാനായി നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മളോട് ദൈവത്തിന് കരുണയുള്ളത് കൊണ്ട് അവിടുത്തെ ശരീരം പോലും നമുക്ക് വിഭജിച്ച് നൽകുന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യമായി തീരുന്നത്. ഈശോയ്ക്ക് നമ്മോടുള്ള കാരുണ്യമാണ്, ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹമാണ്. അതാണ് ദിവ്യകാരുണ്യം. അത് നമുക്ക് നൽകുന്നത് അപ്പത്തിന്റെ രൂപത്തിലാണ്. തൻ്റെ ശരീരം വിഭജിച്ച് അപ്പത്തിന്റെ രൂപത്തിലേക്ക് നൽകുന്നു. അത് പൂർണ്ണമാകുന്നത് തൻ്റെ ശിരസിലേക്ക് ഈ മുൾക്കിരീടങ്ങൾ, ഈ മുൾമുടി അടിച്ചു കയറ്റുമ്പോൾ ഈശോയ്ക്ക് അനുഭവിക്കുന്ന വേദന, അവന്റെ ശരീരത്തിലേക്ക് ചമ്മട്ടി അടിയേറ്റപ്പോൾ അവൻ അനുഭവിച്ച വേദന, അവന്റെ പാർശ്വത്തിലേക്ക് കുന്തം കുത്തിത്തുളച്ചപ്പോൾ അവനേറ്റ മുറിവുകൾ, അത് നമുക്ക് വിശുദ്ധ കുർബാനയാകാനായിട്ടാണ്. നമുക്ക് ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണമായി തീരുകയാണ് ഈശോ ഈ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയുമെല്ലാം. അവൻ മരിച്ചുകൊണ്ട് നമുക്ക് ജീവൻ നൽകി. അതാണ് ദിവ്യകാരുണ്യം, അതാണ് വിശുദ്ധ കുർബാന. ജീവന്റെ അപ്പം, നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന്, നമ്മുടെ നിത്യജീവന്റെ അച്ചാരമായ, നമ്മളെന്നും നിലനിൽക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകുന്ന അവിടുത്തെ സ്നേഹം, അത് തൻ്റെ ശരീരമായി അപ്പത്തിന്റെ രൂപത്തിലേക്ക് തൻ്റെ ശരീരം നൽകിക്കൊണ്ടാണ്. അതാണ് ദിവ്യകാരുണ്യം. അതുകൊണ്ടാണ് നമ്മൾ വാങ്ങി ഭക്ഷിക്കണം. അതിനുവേണ്ടിയാണ് ഈശോ അപ്പത്തിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നത്. അത് ഒന്ന്. ഇനിയുണ്ട് നമുക്ക് അതേക്കുറിച്ച് ചിന്തിക്കാനുള്ള മറ്റു കാര്യങ്ങൾ. നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു ചിന്തിക്കുമ്പോൾ, പഴയ നിയമത്തിൽ പുറപ്പാടിന്റെ പുസ്തകത്തിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ദൈവം ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. മോശ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ഒളിച്ചോടി കനാൻ ദേശത്തിലൂടെ തൻ്റെ അമ്മായപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ മരുഭൂമിയിൽ കത്തിജ്വലിക്കുന്ന ഒരു മുൾപ്പടർപ്പ് കാണുന്നു. ഈ മുൾപ്പടർപ്പ് കത്തിച്ചാമ്പലാകുന്നില്ല, അത് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ദൃശ്യം കുറച്ചുകൂടെ അടുത്ത് ചെന്ന് കാണുവാനായി മോശ കുറച്ചുകൂടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇവിടെ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ അഗ്നിയുടെ രൂപത്തിലാണ്. അഗ്നിയുടെ രൂപത്തിൽ കത്തിജ്വലിച്ചുകൊണ്ട് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. ആ ദൈവം ഒരു വലിയ ഉത്തരവാദിത്വം മോശയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് മോശയോട് പറഞ്ഞു, മോശ ഈ ദൃശ്യം, ഈ കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പ് അടുത്ത് ചെന്ന് കാണുവാനായി മുമ്പോട്ട് വന്നപ്പോൾ മോശയോട് പറഞ്ഞു, മോശേ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ പാദങ്ങളിലെ ചെരുപ്പഴിച്ചു മാറ്റുക. മോശയ്ക്ക് തൻ്റെ ചെരുപ്പഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മോശേ, നീ നടന്ന വഴികളിൽ നിനക്ക് സംഭവിച്ച അകൃത്യങ്ങൾ അതെല്ലാം നീക്കിക്കളയുക എന്നാണ്. നിന്നിലുള്ള അശുദ്ധിയെല്ലാം നീക്കിക്കളയുക, നിന്നിലുള്ള പാപം നീ നീക്കിക്കളഞ്ഞിട്ട് വേണം നിനക്ക് എന്നെ സമീപിക്കുവാൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ സമീപിക്കുവാൻ സാധിക്കുകയില്ല. മോശ തൻ്റെ ചെരുപ്പഴിച്ചു മാറ്റി, തൻ്റെ അകൃത്യങ്ങൾ, തന്നിലുള്ള കുറവുകളെല്ലാം മോശയെ അഴിച്ചു മാറ്റിയതിന് ശേഷമാണ് ദൈവവുമായിട്ട്, അല്ലെങ്കിൽ ദൈവം മോശയുമായിട്ട് പിന്നീട് നടന്ന സംഭാഷണങ്ങളെല്ലാം. മോശ ഈ ദൃശ്യം അടുത്തു ചെന്ന് കണ്ടപ്പോൾ ദൈവം മോശയോട് കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ നിന്ന് സംസാരിച്ചു. ഒരു വലിയ ഉത്തരവാദിത്വം മോശയോട് കൊടുക്കുകയാണ്. ഇസ്രായേൽ ജനതയെ, അടിമത്തത്തിലുള്ള ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഞാൻ പിതാക്കന്മാർക്ക് നൽകിയ, അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും നൽകിയ ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് അവർക്ക് കാനാൻ ദേശത്തേക്ക് നീ അവരെ എത്തിക്കണം. അതാണ് മോശയ്ക്കുള്ള ദൗത്യം. പക്ഷെ മോശയ്ക്കറിയാം ഇത് ഭാരമേറിയ ഒരു ദൗത്യമാണ്. അവിടെ മോശ പല ഒഴികഴിവുകൾ പറയുന്നുണ്ട്. എനിക്കിത് ബുദ്ധിമുട്ടാണ്. മോശയ്ക്കറിയാം മോശ തിരിച്ച് ഈജിപ്തിലേക്ക് ചെന്നാൽ ഒരുപക്ഷെ ജനങ്ങൾ അവനെ സ്വീകരിക്കില്ല. അവനൊരു ഈജിപ്തുകാരനെ വധിച്ചതിന് ശേഷമാണ് ഈ മരുഭൂമിയിലേക്ക് ഒളിച്ചോടിയത്. അപ്പോൾ തന്നെ ഇസ്രായേൽ ജനത പറഞ്ഞു, അവരുടെ കാര്യത്തിൽ ഇടപെട്ടപ്പോൾ ഇസ്രായേൽ ജനത പറഞ്ഞു, ഈജിപ്തുകാരനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലുവാനായിട്ടാണോ നീ പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് മോശയെ തിരസ്കരിച്ചു. ഈ തിരസ്കരിച്ച മോശ വീണ്ടും ഈജിപ്തിലേക്ക് ചെന്നാൽ ജനങ്ങൾ സ്വീകരിക്കില്ലെന്നറിയാം. അതുകൊണ്ടാണ് മോശ ഒഴികഴിവുകൾ പറയുന്നത്. മോശ പല ഒഴികഴിവുകളും പറയുന്നുണ്ട്. എനിക്ക് സംസാരിക്കുവാനായിട്ട് പാഠവമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ആ കുറവുകളെല്ലാം മാറ്റിക്കൊടുക്കുകയാണ്. അവർ കൂട്ടിനായിട്ട് അഹറോനെ അയക്കുന്നുണ്ട്. വീണ്ടും മോശ വീണ്ടും പറയുന്നുണ്ട്, ശരി, ഞാൻ ഈജിപ്തിലേക്ക് പോകാം, ഞാൻ ഈജിപ്തിൽ ചെന്ന് എന്നെ ദൈവം ഇങ്ങോട്ട് അയച്ചു എന്ന് പറയാം. എന്നാൽ അവർ ചോദിക്കും, നിന്നെ ഇങ്ങോട്ട് അയച്ച ദൈവത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ
എന്താണ് ഞാൻ മറുപടി പറയുന്നത്? എന്താണ് ദൈവത്തിൻ്റെ പേര്? ദൈവത്തിൻ്റെ പേരെന്താ? നമ്മൾ പലപ്പോഴും പറയും യാഹുവേ എന്നൊക്കെ പറയും. പക്ഷേ ദൈവത്തിൻ്റെ പേരെന്താണെന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ദൈവം മോശയോട് അരുൾ ചെയ്തു, ഞാൻ തന്നെ, ഞാനാകുന്നു. ഞാനാകുന്നു, അതാണ് ദൈവത്തിൻ്റെ പേര്. ദൈവം പറയുകയാണ്, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയുക. ദൈവത്തിൻ്റെ പേരതാണ്, ഞാൻ ആകുന്നു. ഞാൻ ആകുന്നു എന്നാണ്. ഇവിടെവരെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ആകുന്നു. ഇനി ഒരിക്കലും മറക്കരുത്. ദൈവത്തിൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഞാൻ ആകുന്നുവെന്ന ദൈവം വെളിപ്പെടുത്തിയതാണ്, ഞാൻ ആകുന്നു. അത് ഗ്രീക്ക് വാക്കിൽ ഏഗോ ഏമി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വീണ്ടും ഈ വാക്ക് വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്, ഞാൻ ആകുന്നു. അവിടെ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ ആ ദൈവം മുൾപ്പടർപ്പിൽ കത്തിജ്വലിക്കുന്ന അഗ്നിയുടെ രൂപത്തിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് മോശയ്ക്ക് ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ദൈവം തന്നെയാണ് നേരിട്ട് ഇസ്രായേൽ ജനതയെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ചെങ്കടൽ വിഭജിച്ച് മരുഭൂമിയിലൂടെ അവരെ നയിച്ചുകൊണ്ട് പോയത് ദൈവം തന്നെയാണ്. ഇപ്രകാരം ദൈവം ഇസ്രായേൽ ജനതയെ നയിച്ചപ്പോൾ വീണ്ടും ദൈവം മറ്റു രൂപങ്ങളിൽ ഇസ്രായേൽ ജനത്തോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത്തോട് കൂടെ ദൈവം പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും അവരെ നയിച്ചത് ദൈവമാണ്. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം വിശുദ്ധീകരിച്ച തൻ്റെ അകൃത്യങ്ങളെല്ലാം നീക്കിക്കളഞ്ഞ മോശയോട് മാത്രമായിരുന്നു ദൈവം സംസാരിച്ചിരുന്നത്. ദൈവത്തോട് സംസാരിക്കാൻ മോശ മലമുകളിലേക്ക് പോയി. മോശയോട് ദൈവം സംസാരിച്ചു. ഒരുപക്ഷെ ജനത്തിൻ്റെ ഇടയിൽ ഇത് ഒരു ഭിന്നിപ്പിന് കാരണമുണ്ടായിരിക്കാം. ഒരുപക്ഷെ ജനങ്ങളെ പറഞ്ഞിട്ടുണ്ടാവാം, ദൈവം എപ്പോഴും മോശയോട് തന്നെയാണ് സംസാരിക്കുന്നത്, ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നില്ല എന്നൊക്കെയുള്ള തോന്നലുകൾ അവർക്കുണ്ടാകാം. അതുകൊണ്ടാണ് 19-ാം അധ്യായത്തിൽ ദൈവം ഇപ്രകാരം പറയുന്നത്. 19-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനങ്ങൾ കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഞാനിതാ ഒരു കനത്ത മേഘത്തിൽ നിന്റെ അടുക്കലേക്ക് വരുന്നു. ഒരു കനത്ത മേഘത്തിൽ നിന്റെ അടുക്കലേക്ക് വരിക. ഇവിടെ മേഘത്തിൻ്റെ രൂപത്തിൽ ദൈവം ജനത്തോട് സംസാരിക്കുവാനായിട്ട് ഇറങ്ങി വരികയാണ്. എന്നാൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ജനത്തോട് സംസാരിക്കുന്നതിന് മുമ്പ് ദൈവത്തെ കേൾക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ഒരുക്കേണ്ടത് ആവശ്യമാണ്. ദൈവം പറഞ്ഞു, നീ 3 ദിവസത്തേക്ക് അവർ തയ്യാറായിരിക്കണം. 3 ദിവസം ഇസ്രായേൽ ജനത്തെ ശുദ്ധീകരിക്കണം. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ജനത്തിൻ്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ. 3-ാം ദിവസം അവർ തയ്യാറായിരിക്കണം. എന്നാൽ 3-ാം ദിവസം ജനം മുഴുവൻ കാണെ കർത്താവ് സീനായ് മലയിൽ ഇറങ്ങി വരും. അപ്പൊ കർത്താവിനെ കാണുന്നതിന് വേണ്ടി, കർത്താവിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ചെയ്യേണ്ടത് അവർ ശുദ്ധീകരിക്കണം. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി അവർ ശുദ്ധീകരിക്കണം. അങ്ങനെ ശുദ്ധീകരിച്ചാൽ മാത്രമേ ദൈവത്തെ സമീപിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. അവിടെ മോശ അവരെ ശുദ്ധീകരിച്ചു. 3 ദിവസത്തേക്ക് അവർ ശുദ്ധീകരണം നടത്തി. അതിനുശേഷം 3-ാം ദിവസം ദൈവം ഈ മലയുടെ മുകളിൽ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുവാനായിട്ട് ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. 19-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്, 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണറുകളും ഉണ്ടായി. മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി. പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്ന് വിറച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തെ കാണുന്നതിന് മുമ്പ് ദൈവം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ ഈ കാഹളധ്വനിയും മിന്നൽ പിണറുകളും ഒക്കെ കേട്ടപ്പോൾ അവർ ഭയന്ന് വിറയ്ക്കുകയാണ് ചെയ്തത്. ആ ജനങ്ങളെ 20-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ പ്രകാരം കാണുന്നുണ്ട്, ഇടിമുഴക്കവും കാഹളധ്വനിയും കേൾക്കുകയും മിന്നൽ പിണറുകളും മലയിൽ നിന്ന് ഉയരുന്ന പുകയും കാണുകയും ചെയ്തപ്പോൾ ജനമെല്ലാം ഭയപ്പെട്ടു മാറി നിന്നു. അവർ മോശയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ കേട്ടുകൊള്ളാം. കർത്താവ് ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകുമെന്നാണ്. അതാണ് ജനത്തിന് സംഭവിച്ചത്. കാരണം ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനുമായിട്ട് ഇടപെടുമ്പോൾ ദൈവം എപ്പോഴും മറ്റു രൂപങ്ങൾ സ്വീകരിക്കുകയാണ്. ദൈവം കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ അഗ്നിയുടെ രൂപത്തിൽ വന്നു. ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുവാനായി മേഘസ്തംഭത്തിൽ വന്നു.
അഗ്നിസ്തംഭത്തിൽ വന്നു, മേഘത്തിൻ്റെ രൂപത്തിൽ അവരോട് സംസാരിക്കാൻ വന്നു. ഇവിടെയെല്ലാം ദൈവം മറ്റു രൂപങ്ങൾ സ്വീകരിക്കുകയാണ്. ദൈവത്തെ നേരിട്ട് കാണുവാനായിട്ട് മനുഷ്യർക്ക് സാധിക്കില്ല. കാരണം അത്രയ്ക്കും പരിശുദ്ധനാണ് ദൈവം, അത്രയ്ക്കും മഹത്വമുള്ളവനാണ് ദൈവം. ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ, ഈ മഹത്വപൂർണനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ മനുഷ്യർക്ക് സാധിക്കുന്നില്ലാത്തത് കൊണ്ട് ദൈവം മനുഷ്യനുമായിട്ട് ഇടപെടുവാനായി എപ്പോഴും മറ്റു രൂപങ്ങൾ സ്വീകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ദൈവത്തിൻ്റെ മുൻപിൽ നിന്നാൽ മനുഷ്യൻ മരിച്ചു പോകും. നമുക്കറിയാം, ഒരു നല്ല കത്തിജ്വലിക്കുന്ന ഒരു മധ്യാഹ്നത്തിൽ നല്ല വെയിലുള്ളപ്പം നമ്മൾ സൂര്യനെ നേരിട്ട് നോക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? സൂര്യനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് നോക്കിയാൽ നമ്മുടെ കണ്ണടഞ്ഞു പോകും. സൂര്യനെ നമുക്ക് നേരിട്ട് നോക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ശോഭയാണ് ആ സൂര്യന്. ആ സൂര്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവിടെ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ സൂര്യനെ നോക്കുവാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ മഹത്വം എത്രയോ വലുതായിരിക്കും. അതുകൊണ്ട് ദൈവം നേരിട്ട് വന്നാൽ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ വരുവാൻ എപ്പോഴും ദൈവം ചെറിയവനായി, ദൈവം തൻ്റെ ആ മഹത്വം വെടിഞ്ഞ് മറ്റൊരു രൂപം സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, മോശയുമായിട്ടുള്ള ദൈവത്തിൻ്റെ ബന്ധം, മോശയോട് ദൈവം ഭയങ്കരമായ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹിതൻ. മോശയുടെ ദൈവം മുഖാഭിമുഖം സംസാരിച്ചിട്ടുണ്ട്. അത്രയും സ്നേഹിതനായ മോശയ്ക്കൊരാഗ്രഹം ദൈവത്തിൻ്റെ ആ മഹത്വം ഒന്ന് കാണുവാനായിട്ട്. 33-ാം അധ്യായത്തിൽ, പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ പ്രകാരം കാണുന്നുണ്ട്. മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇങ്ങനെ പറയാൻ മോശയ്ക്ക് ധൈര്യമുണ്ടായത് മോശയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. മോശയോടുള്ള അത്ര അടുത്ത ഒരു ബന്ധമാണ് മോശയ്ക്ക് ദൈവത്തോടുള്ളത്. അതുകൊണ്ടാണ് മോശ ഇപ്രകാരം ചോദിക്കുന്നത്. എന്നിട്ടും ദൈവം പറയുന്നുണ്ട്, അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ മഹത്വം നിന്റെ മുമ്പിലൂടെ കടന്നു പോകും. എൻ്റെ മഹത്വം നിന്റെ മുമ്പിലൂടെ കടന്നു പോകും. എൻ്റെ നാമം ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. പക്ഷേ നിനക്കെന്നെ കണ്ടുകൂടാ. കാരണം ദൈവത്തെ കാണുന്നവൻ മരിച്ചു പോകും. അത്രയ്ക്കും മഹത്വമുള്ളവനാണ്, അത്രയ്ക്കും പരിശുദ്ധനാണ് ദൈവം. ദൈവം മോശയോട് പറയുകയാണ്, എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും. അതുകൊണ്ട് അവിടുന്ന് തുടർന്നു, നീ എൻ്റെ മുഖം കണ്ടുകൂടാ, എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്തുള്ള ഈ പാറമേൽ നിന്നെ നിർത്തും. എൻ്റെ മഹത്വം നിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈ പാറയുടെ ഒരു ഇടുക്കിൽ നിന്നെ ഞാൻ നിർത്തും. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈകൊണ്ട് നിന്നെ ഞാൻ മറയ്ക്കും. അതിനുശേഷം എൻ്റെ കൈ മാറ്റും. അപ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം എന്നാണ് പറയുന്നത്. എൻ്റെ മഹത്വം കാണിക്കണമേ എന്ന് മോശ ദൈവത്തോട് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ മനുഷ്യർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ദൈവം മോശയ്ക്കുമായിട്ട് ഇത്രയും അടുത്ത ബന്ധമുണ്ടായിട്ടും മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് മോശയുടെ മുഖം മറച്ചിട്ട് ദൈവം കടന്നു കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് പിൻഭാഗം കാണാൻ സാധിച്ചു. അതാണ് ദൈവത്തിൻ്റെ മഹത്വം. ദൈവത്തെ നേരിട്ട് കാണുവാൻ സാധിക്കില്ല. ഇതേ ദൈവം ഇസ്രായേൽ ജനതയെ കാനാൻ ദേശത്തേക്ക് കൊണ്ടെത്തിച്ചു കഴിയുമ്പോൾ അവർക്ക് പ്രവാചകന്മാരെ അയച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകന് ദൈവം പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം എങ്ങനെയാണ് യെശയ്യാ പ്രവാചകന് പ്രത്യക്ഷപ്പെടുന്നത്? അവിടെ മഹത്വത്തോടു കൂടിയ ഒരു രാജാവായിട്ടാണ് ദൈവം യെശയ്യാ പ്രവാചകന് പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ മറ്റൊരു രൂപമാണ്. മഹത്വത്തോടു കൂടിയ ഒരു രാജാവിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ദൈവം യെശയ്യാ പ്രവാചകന് പ്രത്യക്ഷപ്പെടുകയാണ്. ഇങ്ങനെയാണ് അത് കാണുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ, ഉസിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവനും നിറഞ്ഞിരുന്നു. അവിടുത്തെ ചുറ്റും സിറാപ്പുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. അവ 2 കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും മറച്ചിരുന്നു. അവ 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവനും അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുകയാണ് സിറാപ്പുകൾ. ക്രൂബന്മാരും സ്രാപ്പന്മാരും എല്ലാം ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പ്രകീർത്തിക്കുകയാണ്.
അങ്ങനെ മഹത്വത്തോടു കൂടിയ ഒരു രാജാവായിട്ടാണ് ദൈവം യെശയ്യാ പ്രവാചകന് പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷം യെശയ്യാ പ്രവാചകന് ദൗത്യം ഏൽപ്പിക്കുകയാണ്, ആരെയാണ് ഞാൻ അയക്കുക എന്ന്. അപ്പോൾ ഈ ദർശനം കണ്ടപ്പോൾ തന്നെ പ്രവാചകൻ നിലത്തേക്ക് വീഴുകയാണ്. കർത്താവേ, ഞാൻ നശിച്ചവനാണ്. കർത്താവേ, ഞാൻ നശിച്ചവനാണ്, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ നിലത്തേക്ക് വീഴുകയാണ്. ഈ ഒരു പ്രാർത്ഥന ഈശോ അപ്പത്തിൻ്റെ രൂപത്തിലേക്ക് മാറുന്നതിന് മുമ്പ് ക്രൂപന്മാരും ശ്രാപ്യന്മാരും മുഖ്യദൂതന്മാരും ഒക്കെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പ്രകീർത്തിക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക മഹത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ രണ്ടാമത്തെ ഗഹന്ത പ്രാർത്ഥനയിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതൻ നിലത്തേക്ക് വീഴുകയാണ്. പുരോഹിതൻ അവിടെ കുനിഞ്ഞുകൊണ്ട് ഈ യെശയ്യാ പ്രവാചകൻ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധനാണ്, ഞാൻ അശുദ്ധമായ ആദരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് അവിടെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഓരോ പരിശുദ്ധ കുർബാന അർപ്പണത്തിലും. അവിടെ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ മനുഷ്യർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം മറ്റു രൂപങ്ങൾ സ്വീകരിക്കുന്നു. കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇസ്രായേൽ ജനതയ്ക്ക് പകൽ മേഘസ്തംഭത്തിൽ, രാത്രി അഗ്നിസ്തംഭത്തിൽ പ്രത്യക്ഷപ്പെട്ട അതേ ദൈവം യെശയ്യാ പ്രവാചകന് പ്രത്യക്ഷപ്പെട്ടത് മഹത്വത്തോടു കൂടി ഉപവിഷ്ടനായ ഒരു രാജാവായിട്ടാണ്. ആ ദൈവം വീണ്ടും മറ്റൊരു രൂപം സ്വീകരിച്ചു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആ ദൈവം മനുഷ്യനോടൊപ്പമായിരിക്കുവാൻ, മനുഷ്യനെ രക്ഷിക്കാനായി ദൈവം തൻ്റെ മഹത്വമെല്ലാം വെടിഞ്ഞ് മനുഷ്യൻ്റെ രൂപം തന്നെ സ്വീകരിക്കുകയാണ്. മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചു. നമ്മൾ ഈശോ മിശിഹായെ എന്ന് വിളിക്കുന്ന പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മറ്റൊരു രൂപമാണ് നമ്മൾ കാണുന്ന ഈശോയിൽ. ആ ഈശോ തന്നെ ഈ 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ തൻ്റെ ദൈവിക നാമം പലപ്പോഴും വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ദൈവത്തിൻ്റെ നാമം, മോശയ്ക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ നാമം ഞാൻ ആകുന്നു എന്നതാണ്. ഈ ദൈവിക നാമം ഈശോ തൻ്റെ കൂടെയുള്ളവർക്ക് പലപ്പോഴും വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, ഈശോ ഈ ദൈവിക നാമം വെളിപ്പെടുത്തുമ്പോൾ അതല്പം മയപ്പെടുത്തിയാണ് ഈശോ സംസാരിക്കുന്നത്. ഈശോ എപ്പോഴെല്ലാം തൻ്റെ ദൈവിക നാമം വെളിപ്പെടുത്തുന്നു അപ്പോഴെല്ലാം ഈശോ അല്പം മയപ്പെടുത്തി പറയുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ നല്ല ഇടയൻ ആകുന്നു, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു, ഞാൻ നിത്യജീവൻ ആകുന്നു, ഞാൻ പുനരുദ്ധാനം ആകുന്നു. ഇങ്ങനെയെല്ലാം ഈശോ എപ്പോഴും അല്പം മയപ്പെടുത്തിയാണ് ഏഗോ ഏമി, ഞാൻ ആകുന്നു എന്ന ദൈവിക നാമം ഈശോ വെളിപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വെളിപ്പെടുത്തുന്നത്? കാരണം തൻ്റെ ജനം, തൻ്റെ മുൻപിലിരിക്കുന്ന ജനം ഈ ദൈവിക നാമം കേൾക്കുമ്പോൾ അവർ മരിച്ചു പോകാതിരിക്കുവാൻ, അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാനായി ഈ മനുഷ്യനായി അവതരിച്ച ദൈവം, എളിയവനായി ഈ ലോകത്തിലേക്ക് അവതരിച്ച ദൈവം തൻ്റെ ദൈവിക നാമം വെളിപ്പെടുത്തുമ്പോൾ അല്പം മയപ്പെടുത്തി പറയുകയാണ്. മറ്റൊരു ഉദാഹരണം നമ്മൾ കണ്ടാൽ അത് കൂടുതൽ വ്യക്തമാവും. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ ഒടുവിലത്തെ അത്താഴത്തിന് സമയത്ത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനൊക്കെ ശേഷം ഗത്സമേൻ തോട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് പ്രാർത്ഥിക്കാനായി പോയി. അവിടെ വെച്ചാണ് ഈശോയെ പടയാളികൾ പിടിക്കുവാനായിട്ട് വരുന്നത്. അപ്പോൾ തന്നെ പിടിക്കാൻ വന്ന പടയാളികളുടെ അടുക്കലേക്ക് ഈശോ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, നസറായനായ ഈശോയെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഈശോ അവരോട് പറഞ്ഞ മറുപടി ഇതാണ്, ഏഗോ ഏമി. ഈശോ അവരുടെ മുൻപിൽ വന്ന് അവർക്ക് വെളിപ്പെടുത്തിയത് തൻ്റെ ദൈവിക നാമമാണ്. ഈശോ അവരോട് പറഞ്ഞു, ഞാൻ ആകുന്നു. തന്നെ പിടികൂടാൻ വന്ന പടയാളികളുടെ മുമ്പിലേക്ക് വന്ന് ഈശോ പറയുന്ന മറുപടി ഞാൻ ആകുന്നു എന്നാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പാപികളായ മനുഷ്യർ, അശുദ്ധരായ മനുഷ്യർ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. തൻ്റെ ദൈവിക നാമം വെളിപ്പെടുത്തിയപ്പോൾ തന്നെ പിടിക്കാൻ വന്ന പടയാളികളെല്ലാം പിന്നോട്ട് മറിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല. ഈശോ തൻ്റെ ദൈവിക നാമം വെളിപ്പെടുത്തിയപ്പോൾ ആ നാമത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ തന്നെ പിടിക്കാൻ വന്ന പടയാളികൾക്ക്, പാപികളായ വ്യക്തികൾക്ക് സാധിക്കാത്തതുകൊണ്ട് അവർ പിന്നോട്ട് മറിഞ്ഞു പോവുകയാണ്. ദൈവത്തിന് മുമ്പിൽ നേരെ നിൽക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. പിന്നീട് ഈശോ അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്, എന്നെയാണ് നിങ്ങൾ പിടിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവരെ പോയിക്കോട്ടെ, എന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ഈശോ അവർക്ക് സ്വയം വിട്ടുകൊടുക്കുമ്പോഴാണ്
അവർ അവരുടെ ദൗത്യവുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അല്ലാതെ ഈശോയെ ആരും ബലമായി പിടിച്ചുകൊണ്ട് പോവുകയല്ല. പിതാവ് നിശ്ചയിച്ച സമയം വന്നപ്പോൾ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ഈശോ സ്വയം പീഡാസഹനത്തിനും മരണത്തിനും വിട്ടുകൊടുക്കുകയാണ്. അല്ലാതെ ഈശോയെ ആരും പിടിച്ചുകൊണ്ട് പോയി വധിക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ, നമുക്ക് വിശുദ്ധ കുർബാനയായി തീരുവാൻ, നമുക്ക് അപ്പമായി തീരുവാൻ, അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി മാറ്റിത്തരാനായിട്ട് അവൻ സ്വയം പീഡാസഹനവും മരണവും ഏറ്റുവാങ്ങുകയാണ്. അതാണ് അന്ന് അപ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ ആർക്കും സാധിക്കില്ല. ഞാൻ ആകുന്നു എന്ന ഈശോ, ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവം പരിശുദ്ധ കുർബാനയിൽ തിരുവോസ്തി എന്ന് പറയുമ്പോൾ ഈശോയുടെ ശരീരം അപ്പത്തിൻ്റെ രൂപത്തിലേക്ക് ഈശോ മാറ്റുകയാണ്. ആ ദൈവത്തിൻ്റെ, ആ വിശുദ്ധ കുർബാനയുടെ, ആ തിരുവോസ്തിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് പഴയ നിയമത്തിൽ മോശയ്ക്ക് കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട അതേ ദൈവത്തിൻ്റെ മറ്റൊരു രൂപമാണ് ജീവന്റെ അപ്പമായ വിശുദ്ധ കുർബാന. അതാണ് നമുക്കായി അവിടെ നൽകുന്ന ദിവ്യകാരുണ്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ മനുഷ്യർക്ക് സാധിക്കില്ലാത്തത് കൊണ്ട് ദൈവം എപ്പോഴും മറ്റു രൂപങ്ങൾ സ്വീകരിക്കുകയാണ്. ഈ പരിശുദ്ധ കുർബാന ഈശോയുടെ ശരീരവും രക്തവുമാണ്. അത് നമ്മിലേക്ക് വരുമ്പോൾ നമ്മളും ഈശോയിൽ ജീവിക്കുന്നു. എന്നാൽ ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് നമുക്ക് യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ ആദ്യമേ പരിശോധിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ നിന്നപ്പോൾ, അല്ലെങ്കിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അഗ്നിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശയോട് പറഞ്ഞു, നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക, നിന്നിലുള്ള അകൃത്യങ്ങളെല്ലാം നീ നീക്കിക്കളയുക. യേശുപ്രവാചകൻ, കർത്താവേ, ഞാൻ അശുദ്ധനായ അധരമുള്ളവനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് നിലത്തേക്ക് വീണ പ്രവാചകൻ. അതേ ദൈവം അപ്പത്തിൻ്റെ രൂപത്തിലേക്ക് തൻ്റെ ശരീരം മാറ്റുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ വിശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചെരുപ്പഴിച്ചു മാറ്റുവാൻ മോശയോട് പറഞ്ഞ അതേ ദൈവം തൻ്റെ ശരീരം വിഭജിച്ചു കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ താലത്തിൽ വെള്ളമെടുത്ത് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവരെ ശുദ്ധീകരിക്കുകയാണ്. ഈശോ എളിയവനായി തീർന്നുകൊണ്ട് അവരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരെ വിശുദ്ധീകരിക്കുക. അവരുടെ പാദങ്ങൾ കഴുകുക എന്ന് പറഞ്ഞാൽ അവരുടെ പാപങ്ങളാണ് ഈശോ കഴുകിക്കളയുന്നത്. അവരുടെ പാപങ്ങൾ കഴുകി തൻ്റെ ശരീരം വിഭജിച്ച് നൽകുമ്പോൾ ദൈവത്തെ ഭക്ഷിക്കുവാനായിട്ട് അവരെ യോഗ്യരാക്കുകയാണ് ഈശോ മിശിഹ അപ്പോൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പാപങ്ങൾ എന്നേക്കുമായി മോചിക്കാനുള്ള കുമ്പസാരം എന്ന കൂദാശ കൂടി ഈശോ അവിടെ സ്ഥാപിക്കുകയാണ്. വിശുദ്ധ കുർബാന, എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ആ ഈശോ തൻ്റെ ശരീരം ഭക്ഷിക്കുവാനായി ഈശോ മറ്റൊരു കൂദാശയും കൂടെ ഒരുക്കുകയാണ്, ശുദ്ധീകരിക്കുന്ന കൂദാശ. പാപങ്ങൾ കഴുകുക, പാദങ്ങൾ കഴുകുക എന്ന് പറയുന്നത് പോലെ പാപങ്ങൾ കഴുകുക എന്നാണ്. ഈശോ പാദങ്ങൾ കഴുകി പത്രോസിന്റെ അടുത്തെത്തിയപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങൻ്റെ പാദം കഴുകുവാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ പാദങ്ങൾ കഴുകുവാൻ ഞാൻ സമ്മതിക്കില്ല. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കും, പത്രോസിന് ഈശോയോടുള്ള ആ ബഹുമാനം കൊണ്ടായിരിക്കാം, എൻ്റെ ഗുരു എൻ്റെ പാദങ്ങൾ കഴുകുകയാണോ എന്നുള്ള ആ ഒരു ബഹുമാനം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പത്രോസിന്റെ എളിമ കൊണ്ടായിരിക്കാം ഇപ്രകാരം പറയുന്നതെന്ന്. പത്രോസിന്റെ എളിമ കൊണ്ടാണ് പത്രോസ് ഇപ്രകാരം പറയുന്നതെങ്കിൽ ഈശോ കൊടുത്ത മറുപടി, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നാണ്. ഞാൻ നിന്റെ പാപങ്ങളെല്ലാം കഴുകുന്നില്ല എങ്കിൽ, ഞാൻ നിന്റെ പാപങ്ങൾ മോചിക്കുന്നില്ല എങ്കിൽ, ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. അതുകൊണ്ട് വിശുദ്ധ കുർബാന, ഈശോയുടെ ശരീരവും രക്തവും ഈശോ നൽകുമ്പോൾ അത് സ്വീകരിക്കുവാൻ യോഗ്യത നേടണം, അശുദ്ധിയെല്ലാം നീക്കിക്കളയണം. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങനെയെങ്കിൽ അങ്ങൻ്റെ പാദങ്ങൾ മാത്രമല്ല എൻ്റെ കരങ്ങളും എൻ്റെ ശിരസ്സും എല്ലാം അങ്ങ് കഴുകണമേ എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു, കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി, അവനാകെ ശുദ്ധിയുള്ളവനാണ്. എന്താണ് കുളി കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മളെല്ലാവരും കുളിച്ച വ്യക്തികളാണ്, നമ്മളെല്ലാവരും കുളിച്ച് ശുദ്ധി നേടിയിട്ടുള്ളവരാണ്. എന്നാൽ നമ്മൾ നടന്ന വഴികളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ പൊടി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് കഴുകിക്കളയേണ്ട കാര്യമേ ഉള്ളൂ. രണ്ടും രണ്ട് വാക്കാണ്, കുളിക്കുക, കഴുകുക എന്നാൽ. കുളിയുടെ മറ്റൊരു വാക്കാണ് സ്നാനം ചെയ്യുക എന്നത്, അല്ലെങ്കിൽ മാമോദീസ സ്വീകരിക്കുക. മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് വീണ്ടും മാമോദീസ സ്വീകരിക്കേണ്ട കാര്യമില്ല, അവനാകെ തന്നെ ശുദ്ധനാണ്, അതിനാൽ തന്നെ അവൻ ശുദ്ധനാണ്. എന്നാൽ അവൻ നടന്ന വഴികളിൽ വീണ്ടും അവൻ എന്തെങ്കിലുമൊക്കെ അകൃത്യങ്ങൾ സംഭവിച്ചു എങ്കിൽ വീണ്ടും ഇതുപോലെ മാമോദീസ സ്വീകരിക്കേണ്ട കാര്യമില്ല, മറിച്ച്
കഴുകി ശുദ്ധീകരിക്കുക. അതായത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കണ്ണീരോടുകൂടി പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ശുദ്ധി നേടിയാൽ മാത്രമേ ഈശോയെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് യോഗ്യതയുള്ളൂ. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ പറയുമായിരിക്കും, അയ്യോ അങ്ങനെയാണെങ്കിൽ ഈശോയെ സ്വീകരിക്കാൻ വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുന്നത് എന്താ? ഈശോയെ സ്വീകരിക്കുന്ന ഇത്രയും പരിശുദ്ധനായ ഈശോയെ അശുദ്ധനായ ഞാൻ സ്വീകരിക്കാൻ പറ്റുമോ? അശുദ്ധനായിട്ട് ഈശോയെ സ്വീകരിക്കാൻ പറ്റത്തില്ല. ചിലരൊക്കെ കുമ്പസാരിക്കുമ്പോൾ ഞാൻ അശുദ്ധിയോടുകൂടി ഞാൻ മികവില്ലാതെ കുറവോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കുറവോടുകൂടി അശുദ്ധിയോടുകൂടി ഈശോയെ സ്വീകരിക്കാൻ പാടില്ല. ശുദ്ധി നേടണം. ശുദ്ധരാകുവാനുള്ള അവസരങ്ങൾ ഒരുപാട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈശോ തൻ്റെ ശരീരം വിഭജിച്ചു കൊടുത്തപ്പോൾ അവരെ ശുദ്ധീകരിച്ചു. അതുകൊണ്ട് ശുദ്ധി നേടാനായിട്ട് ഈശോ സ്ഥാപിച്ചതാണ് വിശുദ്ധ കുമ്പസാരണം. പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. അതിലൂടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. എന്നാൽ അതുപോലെ തന്നെ ശുദ്ധി നേടാനുള്ള മറ്റൊരു കുദാശയാണ് പരിശുദ്ധ കുർബാന അർപ്പണം. പരിശുദ്ധ കുർബാന അർപ്പണം നമ്മളെല്ലാവരും പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേരുന്നതാണ്. അന്ന് കർത്താവ് അർപ്പിച്ച ആ ബലി വീണ്ടും നമ്മൾ ഒന്ന് ചേർന്ന് അർപ്പിക്കുകയാണ്. ആ ബലിയിൽ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയുകയാണ്. ആ ബലിയിൽ നമ്മൾ അപേക്ഷിക്കുന്നുണ്ട്, കർത്താവേ അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് കരുണയായിരിക്കണമേ എന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. ആ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ യോഗ്യത നേടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ പരിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷി നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ തെറ്റുകളെന്നാണ്. ശത്രുതയും വിദ്വേഷവും നമുക്ക് ഉപേക്ഷിക്കാം എന്ന് പറയുമ്പോൾ കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന് നമ്മൾ പറയുന്നുണ്ട്. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മൾ പറയും, കർത്താവേ എനിക്ക് യോജിപ്പില്ല, എനിക്ക് ഐക്യമില്ല, കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന്. ഓരോ തെറ്റുകളെക്കുറിച്ചും ശുശ്രൂഷി നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അപേക്ഷിക്കുകയാണ്, കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന്. പരിശുദ്ധ കുർബാനയുടെ സജീവമായ ഭാഗഭാഗിത്വത്തിലൂടെ ഇപ്രകാരം വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായി നമ്മൾ യോഗ്യത നേടുകയാണ്. വീണ്ടും ഈ വിശുദ്ധ കുർബാനയുടെ അതിനുശേഷം വൈദികൻ ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അബ്സല്യൂഷൻ പ്രയർ, പാപമോചന പ്രാർത്ഥന നടത്തുകയാണ്. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുശേഷം പാപങ്ങൾ ക്ഷമിച്ച് ദൈവമക്കളായി തീർന്ന് നമ്മളെല്ലാവരും കൂടെ ഒന്നു ചേർന്നാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത്. വീണ്ടും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും നമ്മൾ ഈ ശുശ്രൂഷയുടെ ആഹ്വാനം സ്വീകരിച്ച് നമ്മൾ കർത്താവേ ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും നമ്മൾ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോഴും എൻ്റെ ചിന്ത, എനിക്കിനി വീട്ടിൽ ചെന്നിട്ട് എന്താണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, പിള്ളേരെ ഇനി എങ്ങനെയാണ് അടുത്ത കുർബാനയ്ക്കായിട്ട് പറഞ്ഞയക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ബോധത്തോടുകൂടെ അല്ല ഈ മറുപടി പ്രാർത്ഥനകൾ ചൊല്ലുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളോട് ഇപ്രകാരം പറയുന്നത്. കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുകയാണ്, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചത്, 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവിൽ നിന്നാണ് എനിക്കിത് ലഭിച്ചത്. ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ച കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അതിനുശേഷം പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. 27-ാം വാക്യം, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അയോഗ്യത പാടില്ല. അയോഗ്യതയോടുകൂടി ആരും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ പാനം ചെയ്യുകയും ചെയ്യരുത്. വീണ്ടും പറയുന്നുണ്ട്, അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. ആത്മശോധന ചെയ്യണം. അവിടെ ശുശ്രൂഷ നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മൾ ആത്മശോധന ചെയ്യണം. എനിക്ക് ശത്രുതയുണ്ടോ, എനിക്ക് കലഹമുണ്ടോ, എനിക്ക് ഭിന്നതയുണ്ടോ, ഞാൻ യോജിപ്പോടെയാണോ, എൻ്റെ സഹോദരനുമായി ഞാൻ യോജിപ്പോടെയാണോ ജീവിക്കുന്നത് എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. ആത്മശോധന ചെയ്തിട്ട് കുറവുകളുണ്ടെങ്കിൽ കർത്താവേ എന്നോട് കരുണയായിരിക്കണമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന് ഹൃദയത്തിൽ തട്ടി നമ്മൾ യാചിച്ചാൽ
കാരുണ്യവനായ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. കാരണം അവൻ നമ്മളോട് കരുണയുള്ളവനാണ്, നമ്മെ സ്നേഹിക്കുന്നവനാണ്. അവൻ നമ്മളോട് ക്ഷമിക്കും. എന്നാൽ പാപങ്ങൾ രണ്ടുണ്ട്. മരണകരമായ പാപങ്ങളുണ്ട്, ലഘുവായ പാപങ്ങളുണ്ട്. മരണകരമായ പാപങ്ങൾ നമ്മൾ ചെയ്താൽ തീർച്ചയായും നമ്മൾ കുമ്പസാരിക്കുക തന്നെ ചെയ്യണം. മരണകരമായ പാപങ്ങൾ ചെയ്താൽ നമ്മൾ കുമ്പസാരിക്കണം. എന്നാൽ അതേസമയം പാപങ്ങൾ ചെയ്ത് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ച് കുർബാന സ്വീകരിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ. മറിച്ച് 1 മാസം കൂടുമ്പോൾ അല്ലെ 2 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. അതാകമാനമുള്ള ഒരു ശുദ്ധീകരണമാണ്. അല്ലാതെ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് പരിശുദ്ധ കുർബാനയിലൂടെ തന്നെ മാഞ്ഞു പോവുകയാണ്. വീണ്ടും വീണ്ടും തിരുസഭ അല്ലെങ്കിൽ വീണ്ടും സഭ നമുക്ക് മറ്റൊരു അവസരം കൂടെ തരികയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ടു മുമ്പ് നമുക്കറിയാം, വിശുദ്ധ കുർബാന സ്വീകരിക്കുക തൊട്ടു മുമ്പ് വൈദികം പറയുകയാണ്, വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതെന്നാണ്. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളത്. നമ്മൾ വിശുദ്ധരാണോ അതോ നമ്മൾ അശുദ്ധരാണോ? അശുദ്ധരാണെങ്കിൽ നമുക്ക് ഈശോയെ സ്വീകരിക്കാൻ പാടില്ല. അശുദ്ധിയോടുകൂടി ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാണ് ആത്മശോധന ചെയ്യണം. അപ്പോൾ നമ്മളവിടെ പറയും, കർത്താവെ ആരാണ് വിശുദ്ധൻ? നമ്മൾ പറയുന്ന മറുപടി ആരാ? കർത്താവെ ആരാണ് പരിശുദ്ധൻ എന്ന് നമ്മൾ പറയുകയാണ്. അവിടെ നമ്മൾ പറയുന്ന മറുപടി, ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രമേ പരിശുദ്ധനായിട്ടുള്ളൂ, ഞാൻ പരിശുദ്ധനല്ല എന്ന നമ്മുടെ അയോഗ്യത അവിടെ നമ്മൾ ഏറ്റുപറയുകയാണ്. അയോഗ്യത ഏറ്റുപറയുന്നവരെ യോഗ്യരാകും. ഏത് പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരാഹ്വാനമുണ്ട്. ലത്തീൻ കുർബാനയിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. ലത്തീൻ കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് തൊട്ട് മുമ്പ് വൈദികൻ ഈ ജീവന്റെ അപ്പം വിശുദ്ധ കുർബാനയായ ഈശോയുടെ ശരീരം എടുത്ത് ജനങ്ങളെ നോക്കി പറയുന്നുണ്ട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്ന്. അപ്പോൾ അവിടെ കൂടിയിരുന്ന സമൂഹം മുഴുവനും പറയും, കർത്താവേ അങ്ങൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ ആത്മാവ് സൗഖ്യമാകാനെന്ന്. അവിടെ പശ്ചാത്തപിക്കുക, ഞാൻ യോഗ്യനല്ല എങ്കിലും അങ്ങൊരു വാക്ക് പറഞ്ഞാൽ മതി. ആ അയോഗ്യത ഏറ്റുപറയലാണ് നമ്മളെ യോഗ്യരാകുന്നത്. 2 പേര് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാമെന്നല്ലോ, ഒരു ചുങ്കക്കാരനും ഒരു ഫരിസേയനും. ഫരിസേയൻ അവൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറേ വീമ്പളക്കിയിട്ട് പോയി. എന്നാൽ ആ ചുങ്കക്കാരൻ വന്ന്, കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് നോക്കുവാൻ പോലും തല ഉയർത്താൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ആ വ്യക്തി, നമ്മുടെ കർത്താവ് പറഞ്ഞു, ആരാണ് യോഗ്യത നേടി നീതീകരിക്കപ്പെട്ടവനായിട്ട് പോയത്? ഈ ചുങ്കക്കാരനാണ്. അതാണ് അയോഗ്യത ഏറ്റുപറയുന്നവരെ യോഗ്യരാക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അയോഗ്യതയോടുകൂടി സ്വീകരിക്കരുത്, ഈശോയെ സ്വീകരിക്കരുത്. നമ്മൾ യോഗ്യത നേടണം. എന്നാൽ ഓരോ പരിശുദ്ധ കുർബാന അർപ്പണത്തിലും ഈശോയെ സ്വീകരിക്കാതെ നമ്മൾ പോകുമ്പോൾ യഥാർത്ഥ ജീവൻ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവിക ജീവൻ നമുക്കായിട്ട് അവിടുന്ന് നൽകുന്നത് നമ്മളിലുള്ള ജീവൻ നിലനിർത്താനായിട്ടാണ്. നമ്മളിലുള്ള ജീവൻ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. അതുകൊണ്ട് ഓരോ ഞായറാഴ്ചയും പരിശുദ്ധ കുർബാന മുടക്കം വരുത്തി മറ്റു കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളുക, നമ്മൾ യഥാർത്ഥത്തിൽ ജീവൻ നഷ്ടപ്പെടുത്തുകയാണ്. പരിശുദ്ധ കുർബാന നഷ്ടപ്പെടുത്തി അതിനേക്കാൾ അത്യാവശ്യമായി മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവൻ, യഥാർത്ഥ ജീവനാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയേക്കാൾ പ്രാധാന്യമുള്ളതായി നമുക്ക് മറ്റൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ചെയ്യേണ്ട ജോലി റബ്ബർ വെട്ടുന്നതോ അല്ലെങ്കിൽ മറ്റു ജോലികളോ ഒന്നുമല്ല. ഞായറാഴ്ചകൾ ജോലി ചെയ്യുന്നില്ല. ഞായറാഴ്ചയിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ ജീവനാണ് നമുക്ക് ഈശോ നൽകുന്നത്. ദൈവിക ജീവൻ നമുക്ക് നൽകുന്നു. ആ ദൈവിക ജീവൻ നമ്മൾ പങ്കുകാരാകുന്നതോടൊപ്പം നമ്മുടെ ജീവൻ നമുക്ക് നിലനിർത്താൻ, ഈ ലോകത്തെ ജീവിതം കൊണ്ട് നമ്മുടെ ശരീരം മാത്രമേ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നുള്ളൂ. നമ്മിലുള്ള ആത്മാവ്, നമ്മിലുള്ള യഥാർത്ഥ ജീവൻ അതെന്നും നിലനിൽക്കുവാനായിട്ട് ഈശോ നൽകുന്നതാണ് വിശുദ്ധ കുർബാനയായ അവിടുത്തെ ശരീരവും രക്തവും. അതുകൊണ്ട് ഇത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നൽകുന്നത്. നമ്മളാരും ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് നശിച്ചു പോകാതിരിക്കുവാൻ. നമ്മളൊരു ഞായറാഴ്ച വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ എതിരേലും പോയി അന്ന് നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ച് നമ്മൾ മരിച്ചു പോയാലോ? എന്താണ്, നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തു പോയില്ലേ? അവിടെ ജീവൻ നഷ്ടപ്പെടുത്തരുത്. ദൈവിക ജീവനിൽ പങ്കുചേരണമെങ്കിൽ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. എന്നാൽ ഈ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി തന്നെ വേണം സ്വീകരിക്കാൻ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 29-ാം വാക്യത്തിൽ, 1 കൊരിന്തോസ് 11:29, എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ
തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ചിലർ ദുർബലരായതിനും കാരണം അതാണെന്നാണ് പറയുന്നത്. അയോഗ്യതയോടുകൂടി ഈശോയെ സ്വീകരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്വീകരിച്ചത് കൊണ്ടാണ് നമ്മൾ പലരും ദുർബലരായിരിക്കുന്നത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ദുർബലരാകാതെ നമ്മൾ യോഗ്യതയോട് ഭക്ഷിച്ചാൽ യഥാർത്ഥ ജീവൻ നമ്മിലെന്നും നിലനിൽക്കും. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഈശോ നമുക്ക് ജീവന് വേണ്ടി അവിടുത്തെ ശരീരം അപ്പത്തിൻ്റെ രൂപത്തിലേക്കാക്കി നൽകുകയാണ്. അതുകൊണ്ട് ഓരോ പരിശുദ്ധ കുർബാനയിലും ഈ തിരുവോസ്തിയിൽ നമ്മൾ കാണുന്നത് പരമപരിശുദ്ധനായ ദൈവത്തെ തന്നെയാണ്. പരമപരിശുദ്ധനായ ദൈവം നമുക്ക് ജീവനാകുവാൻ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ ദൈവത്തെ ഉപേക്ഷിച്ച് പോകുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ മടങ്ങിപ്പോകുമ്പോൾ ജീവൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ജീവനില്ലാത്ത അവസ്ഥയിലേക്ക്. വിശുദ്ധ എഫ്രേം പറയുന്നുണ്ട്, എൻ്റെ പാപങ്ങൾ കരിച്ചു കളയുന്ന തീക്കട്ടയാണ് വിശുദ്ധ കുർബാനയെന്ന്. നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയുകയാണ്. യോഗ്യതയോടുകൂടി ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയുകയാണ്. എൻ്റെ രോഗങ്ങൾ സൗഖ്യമാക്കുന്ന മെഡിസിനാണ്, ഔഷധമാണ് വിശുദ്ധ കുർബാന. നമ്മുടെ രോഗങ്ങൾ സുഖമാക്കുവാനായിട്ടുള്ള ഈശോ നൽകുന്ന ഔഷധമാണ് വിശുദ്ധ കുർബാന. യോഗ്യതയോടുകൂടി ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാകുന്നു, നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചത്. അത് ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ ആദ്യ ഞായറാഴ്ച മുതൽ ഈ കുർബാന അർപ്പണം തുടങ്ങുകയാണ്. ആദ്യ ഞായറാഴ്ച മുതൽ കുർബാന അർപ്പണം തുടങ്ങുകയാണ്. നമുക്കറിയാം, ഈശോ ഉദ്ധാനം ചെയ്ത ആദ്യ ഞായറാഴ്ച അന്ന് വൈകുന്നേരം 2 ശിഷ്യന്മാർ ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച്. അവർ നടക്കുന്ന വഴി, അവർ പോകുന്ന വഴിക്ക് അവരിങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഉദ്ധിതനായ ഈശോ അവരുടെ കൂടെ കൂടുന്നു. ഈശോ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഈ ദിവസങ്ങളിലൊക്കെ ഇസ്രായേലിൽ ജെറൂസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത ഏക വിജാതീയനാണോ നീ? അവിടുന്ന് ചോദിച്ചു, എന്ത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ ഈശോയെക്കുറിച്ച്. അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായൊരു പ്രവാചകനായിരുന്നു. ഇസ്രായേലിനെ രക്ഷിക്കുവാനായിട്ട് വന്നവൻ ഇവനായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. എന്നാൽ ഞങ്ങളുടെ കൂടെയുള്ള പ്രമുഖന്മാരും പ്രമാണികളും പുരോഹിത പ്രമുഖന്മാരുമൊക്കെ അവനെ കുരിശുമരണത്തിന് വിധിച്ച് അവനെ വധിച്ചു കളഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചിട്ട് 3 ദിവസമായി. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ കൂടെയുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. അവർ കല്ലറയിൽ ചെന്നപ്പോൾ അവൻ്റെ ശരീരം അവിടെ കണ്ടില്ല, അവൻ ഉയിർത്തെഴുന്നേറ്റു എന്നൊക്കെ ഞങ്ങളോട് വന്ന് പറഞ്ഞു. ഈശോ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ തക്കവിധം ഹൃദയം മന്ദീഭവിച്ചവരെ, മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അവിടെ പ്രവാചകന്മാർ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് പറഞ്ഞവയെല്ലാം ഈശോ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു, അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ, പഴയ നിയമത്തിൽ, പ്രവാചകരിലും സങ്കീർത്തനങ്ങളിലും ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പ്രവചനങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയാണ് അവൻ ഇതെല്ലാം സഹിച്ചത്. ദൈവം ഇതെല്ലാം പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതുമൂലം അവൻ ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് ജീവൻ ഉണ്ടാകുവാനായിട്ട് അവൻ അപ്പമായി തീർന്നു, നമ്മുടെ ഭക്ഷണമായി തീർന്നു. അങ്ങനെ എമ്മാവൂസിലേക്ക് അടുത്തപ്പോൾ അവരൊന്നു ചേർന്ന് വൈകുന്നേരം ഭക്ഷണത്തിനിരുന്നപ്പോൾ ഈശോ അപ്പമെടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തു എന്ന് കാണുന്നത് അത് ആദ്യത്തെ വിശുദ്ധ കുർബാന അർപ്പണമാണ്. അവിടെ ഈശോ തന്നെ, ഉദ്ധിതനായ ഈശോ ഈ ശിഷ്യന്മാരോട് കൂടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഈ അപ്പത്തിൽ ഈശോയെ അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവരവനെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു. തിരിച്ചറിഞ്ഞപ്പോൾ, ആ തിരിച്ചറിഞ്ഞ ക്ഷണത്തിൽ ഉദ്ധിതനായ ഈശോ അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു. അവർ പിന്നെ കാണുന്നത് അപ്പത്തിൻ്റെ രൂപത്തിലുള്ള ഈശോയാണ്. അപ്പത്തിൻ്റെ രൂപത്തിൽ പരമപരിശുദ്ധനായ ദൈവത്തെ അവർ കാണുകയാണ്. അങ്ങനെ ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷം അവർ അത്യധികം സന്തോഷത്തോടുകൂടി ജെറൂസലേമിലേക്ക് മടങ്ങി. അവിടെ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു.
അപ്പോൾ പത്രോസും കൂട്ടരും പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്കും പ്രത്യക്ഷപ്പെട്ടുവെന്ന്. അങ്ങനെ ഈശോ ആദ്യത്തെ വിശുദ്ധ കുർബാന അർപ്പണം തൻ്റെ ഉദ്ധാനത്തിന് ശേഷം ആദ്യത്തെ ഞായറാഴ്ച തന്നെ നടത്തി. പിന്നീട് അടുത്ത ഞായറാഴ്ച, വീണ്ടും അടുത്ത ഞായറാഴ്ച ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. യഹൂദരെ ഭയന്ന് അവർ ഒളിച്ചു കഴിയുകയായിരുന്നു. അവർ കതകെല്ലാം അടച്ച് മുറിക്കുള്ളിലിരുന്നപ്പോൾ ഈശോ അവരുടെ ഇടയിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. അവിടെയും ഈശോ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. അവരുടെ കൂടെ ഭക്ഷണത്തിലിരുന്നു, അവർക്ക് സമാധാനം നൽകി, അവർക്ക് ഭക്ഷണം മുറിച്ച് അപ്പം മുറിച്ച് അവർക്ക് കൊടുത്ത് അവർ ഭക്ഷിച്ചു. ഈശോ തന്നെ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത ഞായറാഴ്ചയാണ് പിന്നീട് വരുന്നത്. കാരണം ഈശോ ആ ഞായറാഴ്ച പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ നമ്മുടെ പ്രിയപ്പെട്ട ശിഷ്യനായ തോമാശ്ലീഹ ഇല്ലായിരുന്നു. ആ തോമാശ്ലീഹായുടെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും അവിടുന്ന് പ്രത്യക്ഷപ്പെടുകയാണ് അടുത്ത ആഴ്ചയിൽ. അവിടെ അടുത്ത ആഴ്ചയിലും ഈശോ ഇതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. അങ്ങനെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഈശോ ആരോഹണം ചെയ്യപ്പെടുന്നതിന് മുമ്പ് ശിഷ്യന്മാരോടൊപ്പം വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. പിന്നീട് ശിഷ്യന്മാർ ഒരുമിച്ചുകൂടി. അവർ സ്തോത്രഗീതം ആലപിച്ചു, അവർ തിരുവചനം വായിച്ചു, അവർ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടു എന്ന് പറയുമ്പോൾ ഈ വിശുദ്ധ കുർബാന അർപ്പണം പിന്നീട് അന്നു മുതൽ തുടങ്ങുകയാണ്. ഇന്നുവരെ നിലയ്ക്കാതെ ഈ വിശുദ്ധ കുർബാന അർപ്പണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുർബാന അർപ്പണത്തെ തടസ്സപ്പെടുത്തുവാനായി എത്രയോ ചക്രവർത്തിമാര് പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ആ വിശുദ്ധ കുർബാന അർപ്പണം നിർത്തിയിട്ടില്ല. ഈ വിശുദ്ധ കുർബാന അർപ്പണത്തെ ആക്ഷേപിക്കുവാനും അത് നിർത്തലാക്കുവാനും പിശാചിൻ്റെ എത്രയോ ശക്തമായ കളികൾ നടന്നിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ കുർബാന ഇന്നും നിലനിൽക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ സത്യമായ ഈശോയുടെ സാന്നിധ്യമില്ല എന്നൊക്കെ 14-15 നൂറ്റാണ്ടുകളിലൊക്കെ ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു. ഈശോയുടെ സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ ഇല്ല, വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആ സമയത്ത് മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള ചിന്താഗതികൾ ഉണ്ടായപ്പോൾ ഈശോ തന്നെ തൻ്റെ സാന്നിധ്യം കൊണ്ട്, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കൊണ്ട് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സത്യമായിട്ടും ഈ വിശുദ്ധ കുർബാനയിൽ എൻ്റെ ശരീരമാണ് എന്ന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ, കാലാകാലങ്ങളിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഈശോ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിശുദ്ധ കുർബാന ശാസ്ത്രം പരീക്ഷിച്ച് വിശുദ്ധ കുർബാന, ഈശോയുടെ ശരീരമാകുന്ന വിശുദ്ധ കുർബാന, ഗോതമ്പ് അപ്പമായി തീർന്ന വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരമായി മാറിയപ്പോൾ അത് ശാസ്ത്രം പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തി അവസാനം കണ്ടുപിടിച്ചത് ഇത് വേദന അനുഭവിച്ച് മരിച്ച ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. അതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ പിന്നീട് സഭ വീണ്ടും പ്രഖ്യാപിച്ചു പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തണം, പരിശുദ്ധ കുർബാനയോടുള്ള അഗാധമായ ഭക്തി പ്രചരിപ്പിക്കണം. അങ്ങനെ പരിശുദ്ധ കുർബാന അർപ്പണം എല്ലാ വൈദികരും എല്ലാ ദിവസവും തന്നെ പരിശുദ്ധ കുർബാന അർപ്പണം നടത്തുകയാണ്. ഇന്നും നിലയ്ക്കാതെ ഈ പരിശുദ്ധ കുർബാന അർപ്പണം തുടരുകയാണ്. ഇത് നമുക്ക് ജീവന് വേണ്ടിയാണ്, നമുക്ക് നിത്യം നിലനിൽക്കാൻ. ഈ ലോകത്തിലെ നമ്മുടെ ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചാലും നമ്മിലുള്ള ആത്മാവിൻ്റെ, നമ്മളുടെ ദൈവിക ജീവൻ്റെ വളർച്ചയ്ക്ക്, നിലനിൽപ്പിന് ഈശോ നമുക്ക് നൽകുന്നത് അവിടുത്തെ ശരീരമാണ്. അതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുർബാന ഒരിക്കലും നമ്മൾ മുടക്കം വരുത്താൻ പാടില്ല. ഒരു ഞായറാഴ്ചയും ഈ വിശുദ്ധ കുർബാന അർപ്പണം മുടക്കം വരുത്താൻ പാടില്ല. ഈ ഞായറാഴ്ചകളിലുള്ള വിശുദ്ധ കുർബാന ആചരണത്തിന് അത് നമ്മൾ തീർച്ചയായും പങ്കെടുക്കണം. ആ ഈശോയെ നമ്മൾ സ്വീകരിക്കണം. ഓരോ ഞായറാഴ്ചയും ഒരു ദേവാലയത്തിൽ ഒരു വൈദികൻ വിശുദ്ധ കുർബാനയ്ക്ക് പകരം ഒരു സ്വർണ്ണ നാണയം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നൽകും എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ എത്രമാത്രം തിരക്കായിരിക്കും. എത്രയോ ആളുകൾ ദേവാലയത്തിൽ ആരെങ്കിലും വിശുദ്ധ കുർബാന മുടക്കി പോവുമോ? നമ്മൾ അതിനേക്കാളും കൂടുതൽ ആവശ്യം മറ്റു പലതിനും നമ്മൾ കൊടുക്കുക. കാരണം നമുക്കതിൻ്റെ വില അറിയത്തില്ല. പിശാചിനറിയാം അതിൻ്റെ വില എന്താണെന്ന്. അതുകൊണ്ട് പിശാച് ഈ കുർബാന മനുഷ്യൻ എങ്ങനെയൊക്കെ തീരട്ടെ, ഇവിടം കൊണ്ട് തീരട്ടെ എന്ന് പറഞ്ഞ് പിശാച് ഇത് ഒഴിവാക്കുവാനായിട്ട് എപ്പോഴും പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിശുദ്ധ കുർബാനയേക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റു പലതിനുമാണെന്ന് പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കും. അതുവഴി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ മറ്റു പലതിനും നമ്മൾ പോകുമ്പോൾ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പിശാചിന്റെ സന്തോഷമാണ് നമ്മൾ ഇവിടുത്തെ ലോകത്തിൽ തീരുമ്പോൾ അവന് അനുയായികളെ കിട്ടും. എന്നാൽ നമ്മളാരും നശിച്ചു പോകാതിരിക്കുവാൻ തൻ്റെ ശരീരം കാരുണ്യത്തോടെ നമുക്ക് നൽകുന്നതാണ് ദിവ്യ കാരുണ്യം. അതുകൊണ്ട് ദിവ്യ കാരുണ്യത്തെ നമ്മളും അതുപോലെ സ്നേഹിക്കണം. ഒരിക്കലും വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഒരു ഞായറാഴ്ച നമുക്ക് ഇടയാകരുത്. വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഒരു ഞായറാഴ്ച കടന്നു പോകരുത്.
ഇനി എന്തെങ്കിലും രോഗാവസ്ഥയിലൊക്കെ ആയിട്ട് നമുക്ക് വരാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ രോഗം തീർന്ന ഉടനെ, അത് തിങ്കളാഴ്ചയാകാം, അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാകാം, അല്ലെങ്കിൽ ബുധനാഴ്ചയാകാം, ആ ആഴ്ചയിൽ എപ്പോഴെങ്കിലും വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. കാരണം ഒരു ദിവസം നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി 3-4 നേരം ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് പോലും ഈ ശരീരത്തെ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മിലുള്ള ദൈവിക ജീവൻ്റെ നിലനിൽപ്പിന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈശോയെ സ്വീകരിക്കണ്ടേ? അതുകൊണ്ട് ഒത്തിരി വലിയ ആവശ്യമാണ് ഞായറാഴ്ച കുർബാന. ഞായറാഴ്ച കുർബാനയിൽ ഒരിക്കലും മുടക്കം വരുത്തരുത്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുത്ത് ഈശോയുടെ ശരീരം യോഗ്യതയോടുകൂടി നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം അത്ഭുതമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർക്കണം. നമ്മുടെ ഹൃദയത്തിൽ അടിവരയിട്ട്, നമ്മുടെ ഹൃദയത്തിൽ ബോൾഡ് ചെയ്ത അക്ഷരമാക്കി തീർക്കണം, ഞാൻ പരിശുദ്ധ കുർബാന ഇനി മുതൽ മുടക്കം വരുത്തില്ല എന്ന്. ഞായറാഴ്ച കുർബാനയിൽ ഞാൻ പങ്കുകൊള്ളും. കഴിയുമ്പോഴെല്ലാം ഞായറാഴ്ച കുർബാനയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസവും ആഴ്ചകളിലെല്ലാം തന്നെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ അർപ്പണത്തിൽ പങ്കുചേരണം. സാധിക്കുന്നില്ല എങ്കിൽ ഞായറാഴ്ചകളിലെങ്കിലും എല്ലാ ഞായറാഴ്ചയും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ഓരോ ദിവസവും ഈ 2-3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അതുപോലെ അല്ലെ അതിനേക്കാൾ ആവശ്യമാണ് നമ്മിലുള്ള ദൈവിക ജീവൻ്റെ വളർച്ചയ്ക്ക് വിശുദ്ധ കുർബാന. അതുകൊണ്ട് അത് നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ട് അത് ഒരിക്കലും മുടക്കം വരുത്തരുതേ എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എപ്പോഴും നമ്മുടെ സ്നേഹവും ആരാധനയും നമുക്ക് നൽകാം. ഓരോ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ, ഓരോ പരിശുദ്ധ കുർബാനയിലും ഈ ഗോതമ്പ് അപ്പത്തിൽ ഈശോയാണ് നമ്മിലേക്ക് വരുന്നത്. വിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തുമ്പോൾ നമ്മൾ ഈശോയെ ഈ ബലിപീഠത്തിൽ എടുത്തു വെച്ചിട്ട് ഈ സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ ഈ ബലിപീഠത്തിലേക്ക് ഈശോ വരികയാണ്. അത് അപ്പത്തിൻ്റെ രൂപത്തിലാണ്. കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ അഗ്നിയുടെ രൂപത്തിൽ വന്ന ആ ദൈവം ഈ ബലിപീഠത്തിൽ അപ്പത്തിൻ്റെ രൂപത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈശോയെ നോക്കിയിരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഈശോയ്ക്ക് എത്രമാത്രം വിഷമമായിരിക്കും. ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലാണ് പരിശുദ്ധ മാർപ്പാപ്പ മുട്ടുമടക്കുന്നത്. പരിശുദ്ധ കുർബാന നമ്മുടെ ദേവാലയത്തിൽ ഈ സെൻട്രൽ ഭാഗത്ത് ഇവിടെ വരുവാണെന്ന് വിചാരിച്ചാൽ, മാർപ്പാപ്പ ഇവിടെ വന്നിരിക്കുവാണെങ്കിൽ നമ്മളെല്ലാം മാർപ്പാപ്പയെ നോക്കിയിരിക്കുവല്ലേ? ആ മാർപ്പാപ്പയോട് നമ്മുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലതും പോവോ? നമ്മളെപ്പോഴും മാർപ്പാപ്പയെ ശ്രദ്ധിച്ചിരിക്കും. എന്നാൽ ആ മാർപ്പാപ്പ പോലും മുട്ടുമടക്കുന്നത് ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലാണ്. അതുകൊണ്ട് ആ പരിശുദ്ധ കുർബാനയുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനവും നമുക്കും വളർത്തിയെടുക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.